ചില ആളുകൾ ഇതേപോലെയുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വേദനാജനകമായ സംഭവങ്ങൾ 2000-ലുണ്ടായപ്പോൾ ജമിയത്തുൽ ഉലമ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും. ആ സംഭവം മണിക്കൂറുകളോളം ഇരുന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത സന്തോഷത്തോടെ മുഴുവൻ പണ്ഡിതന്മാരും പിരിഞ്ഞുപോയി. പക്ഷേ ആ പണ്ഡിതന്മാർ അടങ്ങിയിരുന്നെങ്കിലും, ആ പണ്ഡിതന്മാരുടെ മനസ്സിൽ സമാധാനം ഉണ്ടായെങ്കിലും പിശാചിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയായിരുന്നു മനസ്സിലുണ്ടായത്. പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നു, തീരുമാനങ്ങളെടുത്തു. ജമിയത്തുൽ ഉലമ തീരുമാനം കേന്ദ്രമിനെ അറിയിച്ചു. കേന്ദ്രം സർക്കുലറിലൂടെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു. പക്ഷേ അന്ന് നീലപുസ്തകമാണ് പുറത്തിറങ്ങിയതെങ്കിൽ അവതാരിക എഴുതാൻ ചില ആളുകൾ, പുസ്തകം പുറത്തിറക്കാൻ ചില ആളുകൾ അബദ്ധമാണ് ഈ പുസ്തകം, സത്യങ്ങളുണ്ട്, അസത്യങ്ങളുണ്ട്, അർദ്ധസത്യങ്ങളുണ്ട്, കേവലമായ ആരോപണങ്ങളുണ്ട്. ഏത് ജമിയത്തുൽ ഉലമയുടെ സർക്കുലറിൽ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ച കാര്യമാണ്. സിഹ്ർ അംഗീകരിക്കുന്നു, സിഹ്റിന്റെ യാഥാർത്ഥ്യമുണ്ട് എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശമാണ്. എന്നാൽ ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ എഴുതിയാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന, അതല്ലെങ്കിൽ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്ന ആളുകളെ പറ്റി ഇതിൽ നടത്തുന്ന ഒരു പദപ്രയോഗം നോക്കൂ നിങ്ങൾ. സിഹ്റിന്റെ യാഥാർത്ഥ്യം അത് പ്രവാചകരെ പോലും ഏൽക്കുന്നതിനുള്ള സന്തോഷം എന്നാണ് ഈ ആളുകൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹാണെന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അത് അംഗീകരിച്ച ജമിയത്തുൽ ഉലമ, അത് കേരളത്തിൽ എത്തിക്കാൻ വേണ്ടി സംവിധാനം ഏർപ്പെടുത്തിയ കേരള ജമാഅത്തുൽ മുജാഹിദീൻ, അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധ ഏൽക്കുന്നതിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിന്റെ തന്നെ അവതാരികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്നാണ് കുറച്ച് കൊച്ചുമൗലവിമാർ രംഗത്ത് വന്നത് എന്നാണ്. ആരാണ് ഈ കൊച്ചുമൗലവിമാർ? ഈ തീരുമാനമെടുത്ത ജമിയത്തുൽ ഉലമയുടെ അംഗങ്ങളാണോ? ഈ തീരുമാനം കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ എത്തിച്ച എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, ടി.പി. അബ്ദുൽ മദനിയെ പോലെ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണോ? അവരെയൊക്കെ കൊച്ചാക്കി ഈ പുസ്തകം എഴുതിയ ഒരു കെ.പി. അബ്ദുള്ള എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തക സമിതി അംഗങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ആദർശ വ്യതിയാനം സംഭവിച്ചപ്പോ ഈ സമൂഹം, ഇസ്ലാഹി ആദർശം നെഞ്ചേറ്റുന്ന സമൂഹം പെരടിക്ക് പിടിച്ച് ഈ സംഘടനയ്ക്ക് പുറത്തേക്കിട്ടതാണ് സെക്രട്ടറി പദവി, അതല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗം എന്ന പദവി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. ഈ എഴുതിയാളെ പറ്റി പറയുകയാണ്, യുവ പണ്ഡിതനും എഴുത്തുകാരനും ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അല്ല, ഇത്തരം ആളുകളുടെ തീരുമാനമല്ല മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം. ഇതിൽ പറയുന്ന രസകരമായ ഒരു കാര്യങ്ങൾ ഇതിൽ പറയുകയാണ്, ഒരാളെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം KNM-ന്റെ ഔദ്യോഗിക ക്യാമറാമാനാണ് എന്ന്. ഈ പുസ്തകം എഴുതാൻ സഹായിച്ച ഒരാൾ KNM-ന്റെ ഔദ്യോഗിക ക്യാമറാമാൻ. KNM-ന് അങ്ങനെ ഒരു ക്യാമറാമാൻ ഇല്ല. KNM-ന്റെ ഒരു പരിപാടി റെക്കോർഡ് ചെയ്യാൻ ഒരാൾ വന്നാൽ അയാൾ KNM-ന്റെ ക്യാമറമാനല്ല. അങ്ങനെയാണെങ്കിൽ KNM-ന് പണ്ടാരിമാര് വേണം. സമ്മേളനത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ഒരാൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ അയാൾ KNM-ന്റെ പണ്ടാരിയാണോ? അതേപോലെ തന്നെ KNM സമ്മേളനങ്ങളിൽ ഡോക്ടർമാരുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അയാൾ KNM-ന്റെ ഡോക്ടറാണോ? അല്ല. ഈ ആളുകൾ ഒരു ഗൂഢസംഘം ഇതേപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അബദ്ധമായ വിശ്വാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി ഈ വിഷയവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനത് കൂടുതലായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.